മനസ്സിന് മാറ്റം വരാതെ യേശുവിൽ വിശ്വസിക്കുക അസാധ്യമാണ്. പാപത്തെക്കുറിച്ചുള്ള ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും മാറ്റമാണ് ദൈവവചനം പഠിപ്പിക്കുന്ന അനുതാപം ഒരു ദൈവവചനത്തിന്റെ അടയാളമാണ്. വളരെ ചെറിയ പാപം എന്ന് ലോകം വിളിക്കുന്നത് പോലും ഒരു യഥാർത്ഥ ദൈവവചനത്തിന്റെ വലിയ പാപമാണ്. യേശുക്രിസ്തു ആരാണെന്നും നിങ്ങൾക്കായി എന്ത് ചെയ്തു എന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുളവാകുന്ന മാറ്റമാണിത്. പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമ്മെ അത് സഹായിക്കുന്നു. ദൈവം എല്ലാവരോടും മാനസാന്തരപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കൽപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 13:5 അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരം കൂടാതെ ക്ഷമയില്ല. നിങ്ങളുടെ മാനസാന്തരത്തിന് ദൈവം പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ നീട്ടിവെപ്പിന് കർത്താവ് നാളെ എന്ന ദിവസം വാഗ്ദാനം ചെയ്തിട്ടില്ല. മാനസാന്തരത്തിന്റെ ഫലമാണ് രക്ഷ. ഒരു യഥാർത്ഥ വിശ്വാസി വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുന്നു. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടോ? ഒരിക്കൽ നിങ്ങൾ സ്നേഹിച്ച പാപത്തെ ഇപ്പോൾ നിങ്ങൾ വെറുക്കുന്നുണ്ടോ? ഒരിക്കൽ നിങ്ങൾ വെറുത്തിരുന്ന ക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നുണ്ടോ? അനുതാപം വന്ന ഒരു ഹൃദയം ഇനി ഒരിക്കലും ദുഷിച്ച ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയില്ല. ഇത്തരത്തിലുള്ളവർക്ക് പുതിയ മോഹങ്ങളുണ്ട്. അതിനനുസരണമായ മറ്റൊരു ദിശയിലേക്ക് അവർ സഞ്ചരിക്കുന്നു. അത് പാപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.